Hi children, welcome back to LKL Star Maths class. ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് 11 +1 ടോപ്പ് +1 സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ 1 ആണ്. അതിലെ ഈക്വൽ സെറ്റ്സ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് കേട്ടോ. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് എന്ന് പറയുക? ഒന്ന് എം ടി സെറ്റ്, നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ് അല്ലേ. എം ടി സെറ്റ് എന്ന് പറയും, നൾ സെറ്റ് എന്ന് പറയും, വോയിഡ് സെറ്റ് എന്ന് പറയും. ദെൻ പിന്നെ എന്താ പഠിച്ചത്? ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. സോ ഇപ്പോൾ പറയുന്നത് ഏതാണ്? ഈക്വൽ സെറ്റ്സ് ആണ്. എന്താണ് ഈക്വൽ സെറ്റ്സ് എന്ന് നോക്കാം. സി, ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലിമെൻറ്റ് ആൻഡ് വി റൈറ്റ് എ ഈക്വൽ ടു ബി. എന്താ മനസ്സിലായ? സി, ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ. രണ്ട് സെറ്റ് ഉണ്ട്, അതിന് നമ്മൾ ഈക്വൽ ആണെന്ന് എപ്പോഴാണ് പറയുക? ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലിമെൻറ്റ്. കണ്ടോ, സെയിം എലിമെൻറ്റ് തന്നെ. എലിമെൻറ്റ്സ് മീൻസ് ആരാണ്? അതാ ഇവരൊക്കെയാണ് എലിമെൻറ്റ്സ് എന്ന് പറയുക അല്ലേ. എലിമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്, ഇതെല്ലാം നമുക്ക് പറയാം. സോ സെയിം എലിമെൻറ്റ് രണ്ട് സെറ്റുകളിൽ ഒരേപോലത്തെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? വി റൈറ്റ് എ ഈക്വൽ ടു ബി. ക്ലിയർ ആയല്ലോ? കണ്ടോ? സോ എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? സെറ്റിൻ്റെ പേരെന്താ? എ ഈക്വൽ ടു സെറ്റ് 2 4 6 8. ക്ലിയർ? ദെൻ ബി ഈക്വൽ ടു സെറ്റ് 6 2 8 4. നോക്കിയേ, ഇതിലുള്ള 2 തന്നെ എ എന്നുള്ള സെറ്റിനകത്തുള്ള 2 തന്നെ ബി എന്നുള്ള സെറ്റിലുണ്ട് അല്ലേ. ദെൻ ഇവിടെ 4 ഉണ്ട്, അത് ബി എന്നുള്ള സെറ്റിലും ഉണ്ട്. എ എന്നുള്ള സെറ്റിൽ 6 ഉണ്ട്, അത് ബി എന്നുള്ള സെറ്റിലും 6 ഉണ്ട്. ദെൻ എ എന്നുള്ള സെറ്റിൽ 8 ഉണ്ട്, അത് ബിയിലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങളൊന്നും മാറിയിട്ടുണ്ടെന്നല്ലാതെ ഈ സെയിം മെമ്പേഴ്സ് തന്നെയാണ് ബി എന്നുള്ള സെറ്റിലും ഉള്ളത്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ ഈക്വൽ സെറ്റ്സ് എന്താണെന്ന്? സോ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ വരിക. ഓക്കെ, സോ ചാനൽ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.